ആ പറയടി. ഞാൻ ഇവിടെ ബീച്ചിൽ ഇരിക്കുള്ളേനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരാമെന്ന് പറഞ്ഞു. എന്തേലും ഒരു വഴി അവൻ പറയാതിരിക്കില്ല. ആ നീ വിശ്വസിക്കണ്ട, അനുഭവത്തിൽ വരുമ്പോൾ നീ വിശ്വസിച്ചോളൂ. എടി നീ ഫോണ് വെക്ക്, ഞാനിപ്പോൾ തർക്കിക്കാനുള്ളൊരു മൂഡിലല്ല. അതെ, നീ മോളും ഇപ്പം വീട്ടിലേക്ക് വരണ്ട. ഇതിനൊരു തീരുമാനമാവട്ടെ. അല്ലാതെ കുഞ്ഞിനെ വെച്ചൊരു പരീക്ഷ നടത്താൻ എനിക്ക് പറ്റില്ല. നീ ഫോണ് വെക്ക്, ഞാൻ വിളിക്കാം. എടാ ഇടിക്കുളെ, ഇനി ഞാൻ പറയാൻ പോണ കാര്യം താൻ സീരിയസ് ആയിട്ട് എടുക്കണം. എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല. ഞാൻ വാങ്ങിച്ച വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. സുരേഷ മതി, ഇനി താൻ പറയണ്ട. പിന്നെ എടോ, താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ താൻ CCTV ഗോസ്റ്റിനെ കണ്ടെന്നല്ലേ? എന്നാൽ താൻ കേട്ടോ, ആ ഗോസ്റ്റിനെ ഞാനും കണ്ടു തൻ്റെ വീട്ടിൽ വെച്ച്. ഒരുപക്ഷെ ഞാൻ തൻ്റെ വീട്ടിൽ വന്നതും താൻ എന്നോട് ചലഞ്ച് വെച്ചതൊന്നും താൻ അറിയാൻ വഴിയില്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? താൻ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ലെന്നല്ലേ താൻ കരുതിയത്? പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് താൻ വിശ്വസിക്കുന്നില്ല. താൻ കണ്ടതും തൻ്റെ ടെൻഷനും എല്ലാം സത്യമാണ്. എത്ര വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാലും എനിക്കുണ്ടായ അനുഭവങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പോൾ താൻ പറഞ്ഞു വരുന്നത്? അതേടോ, ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മൾ മൂന്നാമതൊരാളുടെ സഹായം തേടേണ്ടി വരും. ഞാനും ആലോചിച്ചു. പിന്നെ താനൊരു സൈക്കാട്രിസ്റ്റ് ആവണ്ട തന്നോട് ഇത്. ഇനിയിപ്പോൾ ഞാൻ ആരോടെ പറയാം? താനൊരു ശകുന്തള ദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആഭിചാര ക്രിയകൾക്ക് പേരുകേട്ട സ്ത്രീയാണ്. നമുക്കിനി അതുവഴി ഒന്ന് ശ്രമിച്ചാലോ? നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല, എന്നാലും ഒരു ശ്രമം നടത്തി വെക്കാം. വാ. വരവ് ഞാൻ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ആ വീട്ടിൽ തനിച്ചുറങ്ങാൻ കഴിയുന്നില്ല അല്ലേ? ജീവഹാനി സംഭവിച്ചില്ല എന്നോർത്ത് സന്തോഷിക്കുക. ദേവി, കയ്യിലുണ്ടായിരുന്നു. പിന്നെ കടം മേടിച്ചിട്ടാണ് ആ വീട് വാങ്ങിച്ചത്. എന്നിട്ടിപ്പോ അറിയാം. ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ ആ വീട് വാങ്ങിയത് അവരെ ഇവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അതിനൊരു പ്രതിവിധിയുള്ളൂ. അവര് വീട് വിട്ടിട്ട് പോയതാണ്. എവിടെയാന്നറിയില്ല. എന്നിട്ടിപ്പോ എങ്ങനെയാ കണ്ടെത്തുക? അവർ വരണം. പിന്നെ അതുവരെ അവിടെ ആരും താമസിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങളുടെ ജീവനെ തന്നെ അപകടത്തിലാക്കും. പിടിച്ചുകെട്ടലല്ല പരിഹാരം. ആത്മാവിനെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കണം. അതുകൊണ്ട് നിങ്ങൾ അവരെയും കൂട്ടി വരൂ. ബാക്കി കാര്യങ്ങൾ ദേവി അറിയിക്കാം. ഇറങ്ങിക്കോളൂ. എടോ, അവരുടെ നമ്പർ ഉണ്ടാവില്ലേ? ബ്രോക്കറെ വിളിച്ചാൽ കിട്ടുമായിരിക്കും.
വിളിക്കാം. എടോ അവർ സ്ഥലം വിറ്റ് പോയതാണല്ലോ. മക്കളൊക്കെ വിദേശത്ത് എവിടെയാണ്. പിന്നെ കാരണം അവർ അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് കൃഷിയൊക്കെ നോക്കി നടത്തുക. ഒരു കാര്യം ചെയ്യും, അഡ്രസ്സ് ഞാൻ അയച്ചു തരാം. ചേട്ടൻ എന്തായാലും അയക്കേ. ഓക്കെ. കൈവിട്ട കളിയാണല്ലോ സൂരജ്. കൈ വിട്ടുപോയിരിക്കാൻ കളിച്ചല്ലേ പറ്റുള്ളൂ. നോക്ക് അഡ്രസ് വന്നു അല്ലേ. നമുക്ക് ഈ അഡ്രസ് ആരോട് ചോദിച്ചാലോ? ചേട്ടാ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാം. അവിടെ പോയ പുള്ളി ഉണ്ടാവോ? അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്നല്ലേ? ഇല്ല. അങ്ങേരുന്നില്ല ആത്മഹത്യ ചെയ്തേ.